മരിച്ചില്ല. ടി പത്മനാഭൻ. ഓവർബ്രിഡ്ജിന്റെ മുകളിലേക്ക് നോക്കി നിന്നപ്പോൾ അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ശരീരമാകെ തളരുകയും ചെയ്തു. ഇല്ല, എനിക്കിത് കയറി അപ്പുറത്തേക്ക് പോകുവാൻ കഴിയുകയില്ല. ഇനി അഥവാ ശ്രമിച്ചാൽ തന്നെ ഞാൻ വഴിയിൽ എവിടെയെങ്കിലുമായി വീണു പോകും. അത് തീർച്ചയാണ്. അയാൾ ഭയത്തോടെ തന്നോട് തന്നെ പറഞ്ഞു. രാവിലത്തെ സമയമായിരുന്നു. ആളുകൾ ധൃതിയിൽ പടവുകൾ ഇറങ്ങി വരികയും മുകളിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരൊക്കെ ഉറക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിച്ചക്കാരും രോഗികളും പടവുകളുടെ ഓരത്തിരുന്ന് ഉറക്കെ നിലവിളിക്കുന്നുമുണ്ടായിരുന്നു. ഭാരമില്ലാത്ത ഒരു പഞ്ഞിക്കെട്ട് വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്നത് പോലെ അയാൾ പതുക്കെ താഴത്തെ പടവിൽ കുത്തിയിരുന്നു. ഒരു കൈ ഇരുമ്പിന്റെ കൈവരിയിലായിരുന്നു. മറ്റേ കൈയിൽ അപ്പോഴും അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ എടുത്തിരുന്ന വലിയ പ്ലാസ്റ്റിക് സഞ്ചിയായിരുന്നു. പക്ഷേ സഞ്ചിയുടെ മേലുള്ള പിടുത്തം വളരെ വേഗം അയയുകയും സഞ്ചി അനാഥമായി നിരത്തിലേക്ക് വീഴുകയും ചെയ്തു. അയാൾക്ക് പ്രായമേറെയായിരുന്നു. എങ്കിലും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നല്ലതും വൃത്തിയുള്ളതുമായിരുന്നു. അയാൾ കെട്ടിയിരുന്ന വാച്ച് വിലപിടിച്ചതായിരുന്നു. അതുപോലെ തന്നെ കീശയിൽ കുത്തിയിരുന്ന പേനകളും വിലപിടിച്ചതായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ആരും അവിടെ അയാളെ ശ്രദ്ധിച്ചില്ല. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ടായിരുന്നു. പരിചയക്കാരാരെങ്കിലും തന്നെ ഈ നിലയിൽ കാണാൻ ഇടവന്നാലോ എന്ന വേവലാതിയും അയാൾക്കുണ്ടായിരുന്നില്ല. മനസ്സിന്റെ ഇരുൾ നിറഞ്ഞ കയത്തിലേക്ക് വഴുതി പോകുമ്പോൾ ഭാര്യ രാവിലെ പറഞ്ഞത് അയാൾ ഓർത്തു. ഭാര്യ പറഞ്ഞു, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? സഞ്ജിയുമായി അങ്ങാടിയിലേക്കുള്ള ഈ പോക്ക്. ശ്രമിച്ചാൽ ആരെയെങ്കിലും കിട്ടില്ലേ ഇതൊക്കെ ഒന്ന് ചെയ്തു തരാൻ? അല്ലാതെ വീടിന്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ ഇപ്പോൾ തലകറക്കമാണ്. അപ്പോൾ പുറത്ത് എവിടെ നിന്നെങ്കിലും. അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. താൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന് ഭാര്യയോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം അയാളിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അധികനേരമൊന്നും അയാൾ അങ്ങനെ കിടക്കുകയുണ്ടായില്ല. മയക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റപ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. അയാൾക്കപ്പോൾ ക്ഷീണവും ഉണ്ടായിരുന്നില്ല, തലകറക്കവും പോയിരുന്നു. എങ്കിലും ഓവർബ്രിഡ്ജിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾ തന്നോട് തന്നെ പറഞ്ഞു, വേണ്ട, ഇനി ഇത് കയറി ശക്തി പരിശോധിക്കുകയൊന്നും വേണ്ട. റെയിൽ മുറിച്ച് കടക്കാം, അതാണ് നല്ലത്. അല്ലാതെ. അയാൾ തിരിഞ്ഞു നടന്ന് ഓവർബ്രിഡ്ജിന്റെ കീഴെ എത്തി. അവിടെ 4 റെയിൽ ട്രാക്കുകൾ ഉണ്ടായിരുന്നു. അവ കടന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അപ്പുറത്തെ റോഡിലെത്താം. ഒരു തരത്തിലുള്ള വിഷമമോ ക്ഷീണമോ ഒന്നുമില്ലാതെ. വലതുവശത്തെ റെയിലിന് ചെറിയൊരു വളവുണ്ടായിരുന്നു. പക്ഷെ അതത്ര കാര്യമായതൊന്നും ആയിരുന്നില്ല. പിന്നെ വണ്ടി വരുന്നത് കാണാൻ ചിലപ്പോൾ വൈകിയെന്ന് വന്നാലും ശബ്ദം കേൾക്കുമല്ലോ, അത് മതിയല്ലോ. അയാൾ അല്പനേരം 2 വശത്തേക്കും മാറി മാറി നോക്കി നിന്നു. പിന്നീട് കരുതലോടെ റെയിൽ മുറിച്ചു കടക്കാനും തുടങ്ങി. പക്ഷേ ഏതാനും ചുവടുകൾ വെച്ചപ്പോൾ തന്നെ അയാൾ ഭൂമിയിൽ തറച്ചു നിന്നുപോയി. വലതുവശത്തു നിന്ന് തീവണ്ടി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. താൻ നിന്നിരുന്നത് ട്രാക്കിലാണോ അതല്ല ട്രാക്കിന് വെളിയിലാണോ എന്നൊന്നും നോക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതിനൊന്നുമുള്ള സമയവും ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാ ശക്തിയും സംഭരിച്ച് അയാൾ മുന്നോട്ടേക്ക് ചാടി. പക്ഷേ അപ്പോഴേക്കും വണ്ടി അയാളുടെ മേലെത്തിക്കഴിഞ്ഞിരുന്നു. മരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരൊറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വരാ, ഞാൻ ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ നാളത്തെ പത്രങ്ങളിൽ. ഇത് ആത്മഹത്യയല്ലല്ലോ, അപകടമല്ലേ? അത്രമാത്രമേ ഓർക്കാൻ കഴിഞ്ഞുള്ളൂ. കരിങ്കൽ ചീളുകളുടെ മേൽ അയാളുടെ ശരീരം അമർന്നു കിടന്നു. വണ്ടി പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ കണ്ണു തുറന്നു നോക്കി. ആദ്യം അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചിട്ടില്ല. അയാൾ പതുക്കെ എഴുന്നേറ്റ് ശരീരത്തിലെ മണ്ണും പൊടിയുമൊക്കെ തട്ടിക്കളഞ്ഞ് ചാട്ടത്തിൽ അഴിഞ്ഞുപോയ മുണ്ട് എടുത്തുടുത്തു. മുണ്ടിന്റെ ഒരറ്റം വണ്ടിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞു പോയിരുന്നു. എങ്കിലും ആ ഭാഗം ഉള്ളിലാക്കി ഉടുക്കാൻ വിഷമമുണ്ടായിരുന്നില്ല. അയാളുടെ സന്ധിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ അയാൾ വീണ്ടും റെയിൽ മുറിച്ച് കടക്കാൻ തുടങ്ങി. ഈ കാഴ്ചയെ നോക്കി അപ്പുറത്തുള്ള റോഡിൽ ആളുകൾ സ്തംഭിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു.